നട്ടപ്പാതിരായിട്ട് ഉറക്കം വരുന്നില്ല. അപ്പോൾ ദേ ബാഗും തൂക്കി ഇറങ്ങിയിട്ടുണ്ട്. എങ്ങോട്ടാണെന്നറിയോ? വട്ടവടയിലേക്ക്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ബാ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അടുത്ത ട്രിപ്പുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് മൂന്നാറിലോട്ടൊന്നുമല്ല, വട്ടവടയിലേക്കാണ്. മൂന്നാറിലേക്ക് നമ്മൾ അന്നൊരു ദിവസം പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. യൂട്യൂബൊന്നും അത്ര നോക്കിയിരുന്നില്ലല്ലോ അത്. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ടാണ്, വട്ടവടയിലോട്ടാണ് പോകുന്നത്. മൂന്നാർ തിരിച്ചു വരുമ്പോൾ മൂന്നാറോടെ കയറിയിട്ടായിരിക്കും നമ്മൾ വരുന്നുണ്ടാവുക. അപ്പോൾ രാവിലെ 3 മണി ആയിട്ടേ ഉള്ളൂ. നമ്മൾ 1:30 റൂമിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ വാഴക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. മൂവാറ്റുപുഴ കഴിഞ്ഞു ഇടുക്കിയിലോട്ട് പോകുന്ന റൂട്ടാണ്. ഇപ്പോഴേ നല്ല തണുപ്പുണ്ട്. ഇത്ര നേരം ഒറ്റ സ്ട്രക്ചറിൽ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് 1.5 മണിക്കൂർ. കൈയൊക്കെ മരവിച്ച് പോയി. അപ്പോൾ ഇതിങ്ങനെ ചൂടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് രാവിലെ നേരത്തെ മഞ്ഞ് വീഴുന്ന കാണാം. ബാ. അപ്പം നമ്മളിത് മൂവാറ്റുപുഴ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അത് കറക്റ്റ് വാഴക്കുളം എന്ന് പറയുന്ന സ്ഥലമാണ്. മൂവാറ്റുപുഴയൊക്കെ അത് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയിട്ട് ഒന്ന് കൈയും കാലൊക്കെ നിർത്താമെന്ന് വിചാരിച്ചു. ഭയങ്കരമായിട്ട് തണുപ്പുണ്ട്. രാവിലെ 3 മണി ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. അപ്പോൾ കൈയൊക്കെ ഒന്ന് മരവിച്ചപ്പോൾ ഒന്ന് വണ്ടി നിർത്തിയിട്ട് ഒന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചു. അതേ ഇവിടെയൊക്കെ നിൽക്കാൻ ഒരുപാട് പേര് പോകുന്നുണ്ട്. മൂന്നാറിലോട്ട് തന്നെ ആയിരിക്കണം. എന്തായാലും നമ്മളവിടെയൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഈ ബസ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും. അതെ, വണ്ടി അവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ ചുമ്മാ വെച്ചേക്കുക. നമുക്ക് ഇവിടുന്ന് പതുക്കെ നടക്കാം. അപ്പോൾ ഇത് സമയം 6 മണിയായിട്ടേ ഉള്ളൂ. ഞാൻ മൂന്നാർ എത്തിയുള്ളൂ കേട്ടോ. പക്ഷെ ഒടുക്കത്തെ തണുപ്പ് ആയതുകൊണ്ട് കുറച്ച് നേരം നിർത്തിയതാണ്. നല്ല തണുപ്പാണ്. വണ്ടി ഓടിക്കാൻ പറ്റില്ല. കൈയൊക്കെ അങ്ങ് മരവിച്ചു പോയി. ഉച്ച നേരം നിർത്തിയിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകുമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനത്തെ മൂന്നാറിൽ നേരമൊക്കെ വെളുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് കുറച്ച് നേരത്തെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇവിടെ നേരെ വട്ടവട പിടിക്കും. കാരണം ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ നല്ല തിരക്ക് വരും. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാനും വരാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് നേരെ അങ്ങോട്ട് വിടാം. ഫുൾ മഞ്ഞാണ് കേട്ടോ. വരുന്ന വഴി ഫുൾ മഞ്ഞായിരുന്നു. നമുക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇവിടെ നിന്നപ്പോഴാണ് ഇച്ചിരി ഒന്ന് വെയിൽ വരുന്നത് കണ്ട്. എന്നാലും ഭയങ്കര മഞ്ഞ് കയറി വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും ഇവിടെ മൊത്തം കവറായി നിൽക്കും. എന്തായാലും നമുക്ക് തിരിച്ച് വരുമ്പോഴും മഞ്ഞുണ്ടോ എന്നൊക്കെ നോക്കാം. നമ്മൾ തിരിച്ചു വരുമ്പോൾ എന്തായാലും വൈകിട്ടാവും. അപ്പോൾ ഏകദേശം വൈകിട്ടത്തെ മഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വട്ടവടയ്ക്ക് എത്തിയിട്ടില്ല. മൂന്നാർ കഴിഞ്ഞേ ഉള്ളൂ. അങ്ങോട്ട് പോകുന്ന റൂട്ടാണ്. 6 മണിക്ക് ചെക്ക് പോസ്റ്റ് തുറക്കും. അപ്പോൾ ആ സമയത്തേക്ക് എത്തണമെന്നാണ് വിചാരിച്ചിരുന്നു. പക്ഷെ നടന്നില്ല. ആ സമയം ഞാൻ അങ്ങോട്ട് വണ്ടി ഓടിച്ച് പോയിരുന്നെങ്കിൽ തണുത്ത മരവിച്ചാണ്. ഇപ്പോഴേ കൈയെല്ലാം കിടന്ന് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തണുപ്പാണ്. ഞാനിപ്പോൾ ഒരു വിജനമായ സ്ഥലത്താണ്. നിങ്ങളിവിടെ എന്നൊക്കെ ഷോപ്പോ കാര്യങ്ങളൊന്നുമില്ല. രാവിലെ 7 മണിയായിട്ടേ ഉള്ളൂ. ഒടുക്കത്തെ തണുപ്പ്. ഇപ്പോഴും ഇച്ചിരി നേരം ഒന്ന് വെയിലുള്ളതെന്ന് വെച്ചാൽ വന്ന് നിൽക്കുകയാണ് ഇവിടെ. ചുണ്ടൊക്കെ കൂട്ടിയിരിക്കുന്നു. പോകുന്ന വഴി കണ്ട 2 പേര് നടന്നു പോകുന്നുണ്ട്. ഇത് എവിടെന്നെങ്കിലും അഴിഞ്ഞു വന്നതാണോ അതോ ഇനി ചുമ്മാ ഇവിടെ ഇങ്ങനെ നമ്മൾ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നതെന്ന് പറയില്ല, അതുപോലെ നടക്കുന്നതാണെന്ന് അറിയില്ല. എന്തായാലും 2 പേരും കൂടെ രാവിലത്തെ കാറ്റുള്ള വണ്ടി ഇറങ്ങിയേക്കാൻ തോന്നുന്നുണ്ട്. നോക്കി പോകെ നമുക്ക് തണുപ്പ് സഹിക്കാൻ പറ്റാതെ ആയി. അപ്പോൾ ഞാൻ ഒരു ക്യാപ്പും പിന്നെ 2 ഗ്ലൗസും പിടിച്ചിട്ടുണ്ട് കയ്യിലിടാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ കയ്യിലോട്ടും പിന്നെ മുഖത്തേക്കാണ് നല്ലോണം കാറ്റടിക്കുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കൈയൊക്കെ ഭയങ്കര വേദന എടുക്കാൻ തുടങ്ങി. ആക്ച്വലി കാലും വേദനയുണ്ട്. പക്ഷെ നമ്മൾ സോക്സ് മേടിച്ചില്ല. 2 ഗ്ലൗസും ഒരു ക്യാപ്പും മേടിച്ചിട്ടുണ്ട്. കൊള്ളാമല്ലേ? എൻ്റെ കണ്ണൊക്കെ ഉണ്ട് ഭയങ്കര ചുവപ്പ് കളറായിട്ട് നിൽക്കുന്നുണ്ട്. അത് ഒന്നാമത് എനിക്ക് അലർജി ഉണ്ട്. ഈ തണുപ്പ് അടിച്ച് കഴിഞ്ഞാൽ കണ്ണിതുപോലെ ചുവപ്പ് കളറും വരും. പിന്നെ ഭയങ്കരമായിട്ട് തുമ്മലും ചുമയൊക്കെ വരും. എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം ബാക്കി എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന്. നമ്മൾ വട്ടവടയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഭയങ്കര രസമുണ്ട് കാണാൻ. ഇത് ഏകദേശം അങ്ങ് എത്താറായിട്ടുണ്ട്. ഫുൾ നമ്മളെ തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നല്ല ഭംഗിയുള്ള വരുന്ന വഴികളൊക്കെ അടിപൊളിയായി. 2 സൈഡും മരങ്ങളും ഇതൊക്കെ ആയിട്ട് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ എവിടെയും നിർത്തിയില്ല വണ്ടി. ഇപ്പോൾ ഉണ്ടോ ഇച്ചിരി വെയിൽ വന്നു കഴിഞ്ഞാലും ഇപ്പോഴും നല്ല തണുപ്പുണ്ട്. ഒരു രക്ഷയില്ല. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒരു 13 കിലോമീറ്റർ കൂടെ ഉണ്ട്. രാവിലെ നേരത്തെ എത്തണമെന്ന് വിചാരിച്ചാണ്. ചെക്ക് പോസ്റ്റൊക്കെ തുറക്കുന്നതിന് ആ ഒരു ടൈമിൽ അങ്ങോട്ട് എത്തണമെന്ന് വിചാരിച്ചു. പക്ഷേ നടന്നില്ല. നമുക്ക് കാറിലൊക്കെ വരാനേ പറ്റുള്ളൂ. കാരണം നല്ല തണുപ്പാണ്. നമുക്ക് ഒറ്റയ്ക്കൊന്നും ബൈക്കിൽ അങ്ങനെ പോകാൻ പറ്റത്തില്ല. വേറെ ആളോട് ഉണ്ടെങ്കിൽ നമുക്ക് മാറി മാറി ഓടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് കൈയെല്ലാം മരവിച്ച് പോയി.
നമ്മൾ ഗ്ലൗസ് മേടിച്ചത് മൊത്തം ഇവിടെ നിന്നാണ് മേടിച്ചത്. നാട്ടിൽ നിന്ന് മേടിച്ച് വന്നു കഴിഞ്ഞാൽ അത്രയും പ്രശ്നമില്ലായിരുന്നു. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കുറച്ച് നേരം ഒന്ന് ആസ്വദിച്ചിട്ട് ഒന്ന് വെയിൽ കൊണ്ടിട്ട് അങ്ങനെ പതുക്കെ പോകാം. അപ്പോൾ അങ്ങനെ കുറച്ച് നേരത്തെ റെസ്റ്റ് എടുക്കലിനോട് നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട്, അതായത് മൂന്നാറിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നേരെ വട്ടവടയിലേക്ക് പിടിക്കാനുള്ള പ്ലാൻ. പോകുന്ന വഴി മൊത്തം ഗട്ടറായതുകൊണ്ട് എനിക്ക് അവിടെ ഇറങ്ങി വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല. കാരണം നല്ല വണ്ടി ഓടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെയാണ് അവിടെ വണ്ടി നിർത്തിയിട്ട് സംസാരിക്കാനും ഇതിനൊക്കെ ആയിട്ട് ചില പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളതേ അവിടെ നിന്ന് അങ്ങനെ പെട്ടെന്ന് അങ്ങ് പോന്നു. പിന്നെ വരുന്ന റൂട്ടുകളൊക്കെ അധികവും തേയിലത്തോട്ടവും പിന്നെ കുറച്ച് കാടുകളും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അധികം മൂന്നാറിൽ കാണുന്ന അതേ കാഴ്ചകൾ തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. അതായത് വട്ടവട റൂട്ടിലോട്ട് പോകുന്നവരത്. പിന്നെ ഒരു ഡാം, റിസർവോയർ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി ആ ഡാമിൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ ആ ഒരു ഗ്ലൗസും ക്യാപ്പൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും നല്ലൊരു സ്ഥലം തന്നെയാണ്. ആ ഒരു ഏരിയയും ഭയങ്കര തണുപ്പ്, എല്ലാ ഭാഗത്തും ഒരേ ക്ലൈമറ്റും തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. ആക്ച്വലി ഒരു 10 മണിക്ക് അകത്ത് ടൈം ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ അതുവഴി പാസ് ചെയ്തപ്പോൾ. പക്ഷേ എന്നിട്ടും ഭയങ്കരമായിട്ട് തണുപ്പ്. ആ ഒരു തണുപ്പ്, രാവിലെ തണുപ്പ് മാറിയിട്ടേ ഇല്ല. അപ്പോൾ എന്തായാലും ഇതേ തണുപ്പ് തന്നെ നമുക്ക് വട്ടവടയിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാലും നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ നോക്കാം. അപ്പോൾ എന്തായാലും ബാ. അപ്പോൾ അതങ്ങനെ നമ്മൾ വട്ടവട ചെക്ക് പോസ്റ്റിനടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ മേളിലുണ്ട്. പറഞ്ഞത് 5 കിലോമീറ്റർ കാടാണ്, അവിടെ നിന്ന് വണ്ടി നിർത്താൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുവാണ്. പോകുന്ന വഴി വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം ബാക്കി അവിടെ ചെന്നിട്ട്. ഇവിടെ മുതലാണ് വട്ടവട സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ചെക്ക് പോസ്റ്റൊക്കെ കയറിയതേ അങ്ങോട്ടെത്തി. ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 1.5 കിലോമീറ്റർ പോകാനുണ്ട്. കറങ്ങി അപ്പുറം വഴിയാണ് വരും. ഇതുണ്ടോ അവിടെയൊക്കെ അങ്ങോട്ടൊക്കെ ഉണ്ട് സ്ഥലം കേട്ടോ. ഇതുണ്ടോ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോകും. വട്ടവട എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൃഷി ചെയ്തിട്ട് അത് കുറച്ചൊക്കെ പുറത്തേക്കും കൊടുത്ത് അവരുടെ ആവശ്യത്തിന് അവരങ്ങ് സമാധാനമായിട്ട് ജീവിച്ചു പോകുന്നു. എന്തായാലും നമുക്ക് അതുവഴി അങ്ങ് ഇറങ്ങി താഴോട്ടൊക്കെ വരാം. ഈ ഭാഗത്തേക്കൊന്നും വരാൻ പറ്റുമോയെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് മാക്സിമം നോക്കാം. ഒരുപാട് ആളുകൾ വന്നു പോകുന്നുണ്ട് കേട്ടോ. എന്നാലും നല്ല രസമായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് വട്ടവടയിലേക്ക് വരുന്നത്. എന്തായാലും എനിക്ക് ഈ ഒരു ഭാഗമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് താഴോട്ട് ഇറങ്ങി നോക്കാം. ഞാൻ ബൈക്ക് അവിടെ നിർത്തിയിട്ട് നടക്കുകയുണ്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം ബൈക്കിൽ നിന്നാണ് നടുവ് എനിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നടുനിവർത്തുകയും വേണം, പിന്നെ കൈയും കാലൊക്കെ മരവിച്ചിരിക്കുകയല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ നടന്ന് താഴോട്ട് പോകും. ഇവിടെ ഫുള്ളൊരു ഗ്രാമപ്രദേശമാണ് ഈ ഒരു ഏരിയ മൊത്തം. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് പെട്ടെന്ന് ഓടി നടന്ന് കണ്ടിട്ട് വരാം. ആരോ ഭക്ഷണം കഴിച്ചിട്ട് ഇട്ടറിഞ്ഞു പോയതാണല്ലേ. മറ്റേ ഈ പട്ടിയെ പൂച്ചയെ കണ്ടപ്പോൾ എല്ലാം ഇട്ട് പോയതായിരിക്കും. എന്തായാലും ഈ പ്ലേറ്റൊക്കെ കൂടെ കൊണ്ടിട്ടോ എല്ലാം വൃത്തികേടായിട്ടുണ്ട്. നമ്മൾ ഓരോ സ്ഥലങ്ങൾ കാണാൻ വരുമ്പോൾ ഈ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ കേട്ടോ. പക്ഷേ ഈ പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും ഇവിടെ ഇടരുത്. കാരണം ഇതൊന്നും നമ്മൾ ഇതായിട്ട് ലയിച്ച് പോകത്തില്ല. ഇതിവിടെ ഇങ്ങനെ കിടക്കും. അതുകൊണ്ട് എത്രയോ നല്ല സ്ഥലം. അതിന് തൊട്ടപ്പുറത്ത് കൊടുന്നിട്ടേക്കുന്നുണ്ടോ. എല്ലാം ഉണ്ട്. ഇത് വാട്ടർ ബോട്ടിലുണ്ട്. ഇതുണ്ടോ എല്ലാം ഇവിടെ കൊടുത്തിട്ട് വൃത്തികേടായി ഒരു സ്ഥലം മൊത്തം. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവർ ഫുഡ് കഴിച്ചതിന് ഞാൻ തോന്നുന്നുണ്ട്. എന്തായാലും കൊള്ളാം. നല്ലൊരു സ്ഥലം കാണാൻ വന്നിട്ട് കണ്ടത് ആദ്യതാ.
അപ്പോൾ അങ്ങനെ ദേ വട്ടവടയിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മളവിടെ തിരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. തിരിച്ച് പോകുന്ന വഴി നമുക്ക് ആ ഒരു ഫോറസ്റ്റ് ഏരിയ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. കാരണം അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല, പാടില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും നമുക്കതിൻ്റെ ഇടയിൽ ഇച്ചിരി റിസ്ക് എടുത്തിട്ടൊന്ന് നോക്കാം. പോകുന്ന വഴിക്ക് നല്ല രസമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഒരു ഭയങ്കര എന്താ പറയുക, പുല്ലൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ലെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വണ്ടി നിർത്താൻ പാടില്ല, അവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് അതൊന്ന് ക്യാപ്ചർ ചെയ്തിട്ട് പോവാം. അപ്പോൾ അങ്ങനെ നമ്മൾ വട്ടവടയുടെ യാത്ര പറഞ്ഞ് അവിടെ തിരിച്ചിട്ടുണ്ട് കേട്ടോ. രാത്രി 1:30ക്ക് ഇറങ്ങിയ യാത്രയാണ്. ഇപ്പോഴാണ് അവസാനിക്കുന്നത്. വൈകുന്നേരം ആവുന്നേ ഉള്ളൂ. ഉച്ച കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. ഭയങ്കരമായിട്ട് നല്ല രസമുള്ള കാഴ്ചകൾ, ഒരുപാട് സ്ഥലങ്ങളും കണ്ടു അവിടെ പോയിട്ട്. അതിനകത്ത് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. കുറേ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനകത്ത് സ്ട്രോബെറി ഫാമുണ്ട്, പിന്നെ ഹണി ഫാമുണ്ട്, പിന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരു ഫുൾ ഗ്രാമപ്രദേശം, നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് അധികമൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം അത് മൊത്തം ഞാൻ ആ കാഴ്ച കണ്ടിട്ട് അതിനകത്ത് അങ്ങനെ എൻജോയ് ചെയ്ത് പോയി. അതിനകത്ത് അങ്ങനെ ലയിച്ച് പോയിരിക്കുകയായിരുന്നു. നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തിരിച്ച് വരുമ്പോഴാണ് ഞാൻ ആ ഒരു ഫോറസ്റ്റ് ഏരിയയിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രം വീഡിയോ എടുത്തത്. കാരണം അവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ചിലപ്പോൾ വൈൽഡ് ആനിമൽസ് ഇറങ്ങുന്ന ഏരിയ ആയിരിക്കാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ മനുഷ്യരെ ഇറങ്ങിയിട്ട് പ്ലാസ്റ്റിക്കോ എന്തെങ്കിലുമൊക്കെ അവിടെ ഇട്ട് നശിപ്പിച്ചാലോ എന്ന് വെച്ചിട്ടായിരിക്കാം. എന്തായാലും ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ആ വീഡിയോസും അല്ലെങ്കിൽ ആ ഒരു വ്യൂ മൊത്തം നിങ്ങളൊക്കെ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചെറിയ ട്രിപ്പിൻ്റെ. അപ്പോൾ ബാക്കി ഇനി ഒരുപാട് ട്രിപ്പും കാര്യങ്ങളും നമ്മൾ ഇനിയും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് വിശേഷങ്ങൾ ഇനിയുണ്ട്. അപ്പോൾ അതുവരേക്കും എല്ലാവരും നമ്മളായിട്ട് കണക്റ്റ് ആയിരിക്കുക. അപ്പോൾ അതിനെന്താ ആദ്യം ചെയ്യേണ്ടത്? നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. ഓരോ യാത്രയും ഓരോ തിരിച്ചറിവുകളാണ്. ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. ഇനിയും 1000 കാഴ്ചകൾ കാണാനുണ്ട്. സോ പാക്ക് യുവർ ബാഗ്സ്.